സ്നേഹമുണ്ടെന്ന് പറയുന്നു, പക്ഷേ നിന്നെ കാണുന്നത് എനിക്കിഷ്ടമില്ല. ഈ കന്നോട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എന്നെപ്പറ്റി പറയുന്നത് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനൊരു സ്നേഹം ഇസ്ലാമിലെന്നല്ല, സ്നേഹത്തിന് തന്നെ അതെതിരാണ്. സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന വ്യക്തിയെ കേൾക്കാൻ നമുക്കിഷ്ടമായിരിക്കും, സംസാരിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും, കാണാൻ വലിയ കൊതിയായിരിക്കും. ആ ഒരു സ്നേഹം ആരോടാണോ കണക്ട് ചെയ്തത് ആ ആളെ പരമാവധി ആ ആളുള്ള സദസ്സുകൾ, ആ ആളുള്ള ഏരിയകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്കൊക്കെ അറിയാം, കൈസ് ലൈലയെ പ്രേമിച്ച് അവസാനം ലൈലയുടെ വീടിന്റെ 4 മതിൽക്കെട്ടിനോട് ഇങ്ങനെ ഉമ്മ വെക്കുകയാണ്, ചുംബനം കൊടുക്കുകയാണ്. അമുറു അലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ വമാ ഹുബ്ബു ദിയാറ ശുഗ്ഫിന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. കൈസ് പറയാണ്, ഞാൻ ആ മതിലും ഈ മതിലും ഒക്കെ ഉമ്മ വെക്കുന്നുണ്ട് എന്ന് കരുതി ഞാൻ പൊട്ടനാണെന്ന് നിങ്ങൾ ആരും ധരിക്കണ്ട. ഈ മതിലിനെ ചുംബിക്കാനും ലൈലയുടെ വീടിന്റെ മുമ്പിലുള്ള മണൽത്തരികളെടുത്ത് അതിനെ ചുംബിക്കാനൊന്നും എനിക്ക് ഭ്രാന്തൊന്നുമില്ല. പക്ഷേ ഇതിലേക്ക് എന്നെ എത്തിച്ചത് വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ, ആ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ലൈലയോടുള്ള പ്രേമമാണ് എന്ന് കൈസ് പാടിയെങ്കിൽ സ്നേഹത്തിന് അതിൻ്റെതായൊരു വഴിയുണ്ട്, അതിൻ്റെതായൊരു ട്യൂണുണ്ട്. അതിലേക്ക് സ്നേഹം പരന്നൊഴുകുക തന്നെ ചെയ്യും. അത് ആര് തടഞ്ഞു നിർത്തിയിട്ടും കാര്യമില്ല. പിന്നെ അതിൽ മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ആ വഴിയിലേക്ക് തടയുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ കൽബിൽ ആ സ്നേഹമില്ല, അവരാ സ്നേഹത്തിന് എതിര് നിൽക്കുന്നവരാണ് എന്ന് മാത്രമല്ല അവരുടെ കൽബിൽ ഒരു തുമ്പ് പോലും ഒരു നാമ്പ് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടില്ല എന്ന് നമുക്ക് വിധി എഴുതാൻ കഴിയും. സ്നേഹമില്ലാത്തവർ നടക്കട്ടെ, സ്നേഹമുള്ള നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടുത്തെ മദ്ഹുകൾ പാടി പറഞ്ഞ് ജനഹൃദയങ്ങളുടെ ഉള്ളിൽ ആ മഹബ്ബത്ത് നമുക്ക് നിറക്കാൻ കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.